സാർ 500-ന്റെ നോട്ടുകൾ പിൻവലിക്കുമെന്നൊരു വാർത്ത സാർ ABC ചെയ്തു. അത് ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. അപ്പോൾ നമ്മുടെ മീഡിയ മലയാളം പ്രേക്ഷകർക്ക് വേണ്ടിയും 500-ന്റെ നോട്ടുകൾ പിൻവലിക്കുമോ? കയ്യിലിരിക്കുന്നവരൊക്കെ അതോടനെ മാറ്റണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഈ നോട്ടുകൾ പിൻവലിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല, റിസർവ് ബാങ്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില 2-3 ഘടകങ്ങൾ സമീപ ദിവസങ്ങളിൽ ഉണ്ടായത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റോറി ചെയ്തത്. അത് വളരെ ലോജിക്കലി നമുക്കറിയാം. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഉറുമ്പുകൾ പെട്ടെന്ന് ചിതറി ഓടും, പക്ഷികൾ പെട്ടെന്ന് പറന്ന് കൂടണയും. എപ്പോഴാണെന്നറിയോ? വലിയ പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ വരുമ്പോൾ ചില ജീവജാലങ്ങൾക്ക് ചില വ്യത്യാസം ഉണ്ടാകും. അത് നോക്കിയിട്ട് ആളുകൾ പറയും വലിയ മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ, കൊടുങ്കാറ്റുണ്ടാവും, വലിയ മഴയാണ്, 3-4 ദിവസം നിൽക്കും എന്നൊക്കെ പറയുന്നത് പ്രകൃതിയിലുണ്ടായ മാറ്റം നോക്കിയിട്ടാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയണ്ട, സർക്കാർ പറയണ്ട, ആളുകൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സമീപ ദിവസങ്ങളിൽ ചില നമ്മുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില ചലനങ്ങൾ, ചില പ്രതികരണങ്ങൾ, ചില കണക്കുകളൊക്കെ വെച്ചിട്ടാണ്, ചില നടപടികളും, അതും പറയണം, നടപടികളൊക്കെ വെച്ചിട്ടാണ് ഇത് പോകുന്നത് 500-ന്റെ നോട്ട് പിൻവലിക്കലിലേക്കാണ്. 500-ന്റെ നോട്ട് നിരോധിക്കുമോ എന്നൊരു ചോദ്യം. നിരോധിക്കുമെന്നാണ് അതിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തത്. നിരോധിക്കുന്നത് വേണമെങ്കിൽ നിരോധിച്ചു എന്ന് പറയാം, ഒരു ഓർഡർ വഴി നിരോധിക്കാം. 2018 നവംബർ 8-ാം തീയതിയാണ് ഡിമോണിറ്റൈസേഷൻ വന്നത്, അറിയാമല്ലോ. അന്ന് വൈകുന്നേരം രാത്രി 8 മണിക്ക് നരേന്ദ്രമോദി മേരാ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് നോട്ടുകൾ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടലോടെയാണ് കേട്ടോ. അങ്ങനെ നിരോധിക്കാം. ഇപ്പം നോക്കൂ, 2000-ന്റെ നോട്ട് അവിടെ ഉണ്ടോ? കയ്യിൽ നിരോധിച്ചോ? ഇല്ല, നിരോധിച്ചിട്ടുമില്ല. 2000-ന്റെ നോട്ട് നിരോധിച്ചിട്ടുമില്ല, എന്നാൽ നോട്ട് കിട്ടാനുമില്ല. എന്താ സംഭവിച്ചത്? 2000-ന്റെ നോട്ട് ബാങ്കിൽ വന്ന ബാങ്ക് അത് പിടിച്ചെടുക്കും, പിന്നെ ഇത് പുറത്തേക്ക് വിടത്തില്ല. അതായത് അതിൻ്റെ കറൻസി ഫ്ലോ എങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ സിന്ധു നദീജല പ്രവാഹം തടഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരു ഷട്ടർ അടച്ച് നദീജല പ്രവാഹം തടഞ്ഞതുപോലെ ഈ 2000-ന്റെ നോട്ടിൻ്റെ ഒഴുക്ക്, അതിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുന്നതിനും കറണ്ട് എന്ന് പറഞ്ഞില്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അടിക്കുന്ന കറണ്ട് മാത്രമല്ല, കറണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാഹം എന്നാണ്, അരുവി, ഒഴുക്കെന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ അതിൻ്റെ ഒഴുക്ക് നിന്നു. അത് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ വലിയ വാല്യൂ ഉള്ള നോട്ടായതുകൊണ്ട് 2000-ന്റെ നോട്ട് അധികകാലം ഉണ്ടാവില്ല. കാരണം നോട്ട് നിരോധനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം 1000-ന്റെ നോട്ടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1000-ന്റെ നോട്ട് പിൻവലിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉടനെ 2000-ന്റെ നോട്ട് ഇറക്കി. അപ്പോൾ ആളുകൾ പറഞ്ഞു ഇതൊരു ഭ്രാന്തം പരിഷ്കരണമാണല്ലോ, 1000-ന്റെ നോട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് കള്ളപ്പണ ഇടപാടുകളൊക്കെ നടക്കുന്നു. എന്നിട്ട് അത് നിരോധിച്ചിട്ട് മോദിക്ക് വട്ടായിപ്പോയി 2000 ഇറക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ കളിയാക്കി. പക്ഷേ അന്ന് തന്നെ പലരും പറഞ്ഞു ഈ 2000-ന്റെ നോട്ട് പിൻവലിക്കും. കാരണം ഹൈ വാല്യൂ കറൻസി പെട്ടെന്ന് പിൻവലിക്കുമ്പോൾ ചില ട്രാൻസാക്ഷൻസ് നിർബന്ധമായും നടക്കേണ്ട ചില പണമിടപാടുകളുണ്ട്, നിർബന്ധമായും നടക്കേണ്ടുന്ന ചില പണമിടപാടുകൾ, സംസ്ഥാനത്തിൻ്റെ വലിയ തോതിലുള്ള പർച്ചേസ്, ഗവൺമെൻറ്റുകളുടെ പർച്ചേസ്, വമ്പൻ കമ്പനികളുടെ വൻ പർച്ചേസുകൾ, അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വേണം. അത് 50 രൂപ നോട്ടും 100 രൂപയായിട്ടൊക്കെ കൊണ്ടുപോകുന്ന വലിയ ശ്രമകരം, വലിയ ട്രക്കുകൾ വേണ്ടി വരും. ഒരു 10,000 കോടിയുടെ 100 രൂപ നോട്ടെന്ന് പറഞ്ഞാൽ വലിയ ട്രക്കുകളെ കൊണ്ടുപോയിട്ടിരും. അതുകൊണ്ട് അത്തരം ചില ട്രാൻസാക്ഷൻസ് കുറച്ച് കാലം കൂടി നടക്കാൻ വേണ്ടി 1000 നോട്ടൊക്കെ പിൻവലിച്ചിട്ട് 2000 ഇറക്കി. 1000 പിൻവലിക്കാനുള്ള കാരണം പാകിസ്ഥാനിൽ അച്ചടിച്ച ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ നോട്ടടിക്കുന്ന അതേ കമ്പനിയിൽ നിന്ന് പാകിസ്ഥാൻ വ്യാജമായി ഇന്ത്യൻ നോട്ടടിച്ചു. ആ ഇന്ത്യയുടെ നോട്ടിലുള്ള അതേ സെക്യൂരിറ്റി ത്രെഡ്, അതേ പേപ്പർ, അതേ ഇങ്ക് ഒക്കെ വെച്ച് നമ്മളടിക്കുന്നത് പോലെയുള്ള നോട്ടുകൾ, അണുവിട വ്യത്യാസമില്ലാത്ത നോട്ടുകൾ ചിദംബരത്തിൻ്റെ കാലത്ത് പാകിസ്ഥാൻ നമ്മുടെ നോട്ടടിക്കുന്ന പ്രസ്സിൽ നിന്ന്, ചരിത്രത്തിൽ ആദ്യമായി ചിദംബരത്തിൻ്റെ UPA സർക്കാരിൻ്റെ കാലത്ത്, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നോട്ടടിക്കാനുള്ള കരാറ് വിദേശത്ത് കൊടുത്തു, വിദേശ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തപ്പോൾ അതേ പ്രസ്സിൽ നിന്ന്, അത് വലിയ സ്കാമിൻ്റെ കഥയാണ്, ആ കഥ നമ്മൾ പിന്നാലെ ഒന്ന് പറയുന്നുണ്ട്, നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലേക്ക് അതേ പ്രസ്സിൽ നിന്ന് അതേ കമ്മട്ട ഉപയോഗിച്ച് പാകിസ്ഥാൻ അടിച്ചുകൊണ്ട് വന്നു. ആ നോട്ട് വലിയ തോതിലേക്ക് ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് നമ്മുടെ സമ്പദ്ഘടനയെ തകർത്തു. ആ നോട്ടാണ് ഇപ്പോൾ കാശ്മീരി ഭീകരർക്ക് കൊടുത്തത്, കാശ്മീരിൽ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്ന കുട്ടികൾക്കുൾപ്പെടെ കൊടുത്തത്. അതിനെയൊക്കെ അട്ടിമറിക്കാനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ഈ UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ കറൻസി അടിക്കുന്ന വിദേശ പ്രസ്സിൽ തന്നെ പാകിസ്ഥാനും ഇന്ത്യൻ കറൻസി അടിച്ചെടുത്ത് ഇന്ത്യയിൽ വിതരണം ചെയ്തു എന്നുകൂടെ മനസ്സിലാക്കിയതുകൊണ്ടാണ് നോട്ട് നിരോധനം വന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നോട്ട് നിരോധനം എന്ന് പറയുമ്പോൾ ആ കാശ് കയ്യിലുള്ള ഒരുപാട് പേർക്ക് പൊള്ളിയതുകൊണ്ട് കൂടിയാണ് പലരും നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ ഇപ്പോഴും നരേന്ദ്രമോദി ചീത്ത പറയുന്നത്. ആ നോട്ടൊക്കെ പിൻവലിച്ചല്ലോ. അപ്പോൾ തന്നെയും ഹൈ വാല്യൂ കറൻസി ഉപയോഗിച്ച് ചില ട്രാൻസാക്ഷൻസ് നടക്കേണ്ടതുള്ളത് കൊണ്ട് പകരം ഒരു 2000 നോട്ട് ഇറക്കി. ഈ 2000-ന്റെ നോട്ട് ഇറക്കിയപ്പോൾ അത് കൈ കിട്ടിയ പലരും
സാമ്പത്തിക രംഗത്തുള്ളവർ ഉൾപ്പെടെ ഈ നോട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, അത് കയ്യിലിട്ടാൽ പോക്കറ്റിലിട്ടാൽ നനഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ വയലറ്റ് നിറം വരുന്നു. അതായത് അത് ലോങ് ലൈഫ് വിഭാവനം ചെയ്തിറക്കിയ നോട്ടായിരുന്നില്ല. അല്ലെങ്കിൽ കളർ ഇളകുന്ന നോട്ടൊന്നും വരുന്നത്, വേറൊരു നോട്ടിൻ്റെയും കളർ ഇളകാറില്ല നനഞ്ഞാൽ. നമ്മൾ എത്രയോ തവണ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് മടനഞ്ഞു പോകുന്നു. 2000-ൻ്റെ നോട്ട് നനഞ്ഞാൽ കളറ് പറ്റുമായിരുന്നു ഷർട്ടിൽ. അപ്പോൾ അത് ഹൈ ക്വാളിറ്റിയിൽ ഇറക്കിയ നോട്ടല്ല, കുറച്ച് കാലത്തേക്ക് ഇറക്കിയ നോട്ടായിരുന്നു. അത് സ്വാഭാവികമായും കുറച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സമ്പൂർണ്ണമായി നമ്മുടെ വിപണിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് 2000-ൻ്റെ നോട്ട് അപ്രത്യക്ഷമായി. നിരോധിച്ചോ? ഇല്ല. എന്നാൽ നിരോധിച്ചില്ലേ? നിരോധിച്ചു. ഇങ്ങനെ ഇത്തരമൊരു കാര്യം 500 രൂപ നോട്ടിന് സംഭവിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഈ കള്ളപ്പണത്തെയും കള്ളപ്പണ ഇടപാടിനെയും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഹൈ വാല്യൂ നോട്ടുകൾ നിരോധിക്കുക എന്നുള്ളതാണ് അതിന് ഏകമാർഗമല്ല, മറ്റൊരു മാർഗമുണ്ട്. രാജ്യത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും അക്കൗണ്ടബിൾ ആക്കുക, ഓരോ പണ ഇടപാടിനും കണക്കുണ്ടാവുക. അതിനുള്ള സംവിധാനമാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നത്, UPI വന്നത് അല്ലേ. പണ്ട് UPI നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ തോമസ് ഐസക്കും ചിദംബരവും ഒക്കെ ചോദിച്ചു, പിന്നെ മോദി ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരാൻ പോവുക, വഴിയരികിൽ നിന്ന് മീൻ വിൽക്കുകയും കരിക്ക് വിൽക്കുകയും ചെയ്യുന്നവരൊക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എങ്ങനെ നടത്തുമെന്ന് നമ്മുടെ കയർവരി ശാസ്ത്രജ്ഞൻ ഡോക്ടർ തോമസ് ഐസക്ക് ചോദിക്കുന്ന വീഡിയോ ഇപ്പോഴും കാണാം. പക്ഷേ ഈ കരിക്ക് വിൽക്കുന്നവന് ഇപ്പം UPI വഴിയാണ്, ഫോൺ പേ അല്ലേ, GPay അല്ലേ, ആമസോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ വഴിയായിട്ടാണ് ഈ ട്രാൻസാക്ഷൻ, PayTM ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. വളരെ പെട്ടെന്ന് ആളുകൾ സ്വീകരിച്ചു, വളരെ സൗകര്യമായി, പൈസ കൊണ്ടു നടക്കണ്ട, പോക്കറ്റ് അടിച്ച് പോകത്തില്ല. അങ്ങനെ സൗകര്യം വന്നപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കാര്യമായി നടന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം കറൻസിയുടെ ഉപയോഗം പറ്റുമെങ്കിൽ 0 ലെവലിലേക്ക് കൊണ്ടുപോകുക. എന്ന് പറഞ്ഞാൽ നോട്ടില്ലാത്ത പേപ്പർലെസ് എക്കണോമി, നോട്ടില്ലാത്ത സമ്പദ്ഘടന ഉണ്ടാക്കുക എന്നതാണ് കള്ളപ്പണത്തെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. മിനിമം യൂസാണ് നോട്ടിലുണ്ടാവേണ്ടത്. അപ്പോൾ അത് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഒരു കണക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ മെയ് മാസം, നമ്മൾ ജൂൺ ഇന്ന് എത്രയാണ്? 3 അല്ലേ? 3 മെയ് 30 വരെ നമ്മുടെ രാജ്യത്ത് UPI ട്രാൻസാക്ഷൻ വഴി, അതായത് ഫോൺ പേ, PayTM, ആമസോൺ പേ, ഗൂഗിൾ പേ ഒക്കെ വഴി നടന്ന സാമ്പത്തിക ഇടപാട് എത്ര ലക്ഷം രൂപയുടെ ഉണ്ടെന്നറിയാമോ? 25.1 ലക്ഷം കോടി രൂപ. 25.1 ലക്ഷം കോടി രൂപയുടെ UPI ട്രാൻസാക്ഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം ഇന്ത്യയിൽ നടന്നു. നമ്മുടെ ഇന്ത്യയുടെ ആകെ പ്രതിരോധ ബജറ്റ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം കോടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മെയ് മാസം ഇന്ത്യയിൽ ഡിജിറ്റൽ ഗൂഗിൾ പേ വഴി ഇന്ത്യക്കാർ അയച്ചത് 25.1 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി. അത് ഏപ്രിൽ മാസത്തിൽ, മാർച്ച് മാസത്തിൽ അത് 23.9 ലക്ഷം കോടി രൂപയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ തുകയാണ്. പക്ഷേ അതേസമയം തന്നെ റിസർവ് ബാങ്ക് കണക്ക് പറയുന്നു, മെയ് മാസത്തിൽ UPI നമ്മൾ നോക്കും, നമ്മുടെ കയ്യിൽ ആരുടെയും പൈസയില്ല. രാവിലെ ഞാൻ ഇത്തിരി പൈസ കിട്ടാൻ വേണ്ടി ധന്യോട് കടം വാങ്ങിച്ചിട്ട് ഞാൻ GPay ചെയ്തു അല്ലേ, നോട്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ. നോട്ടില്ല, ATM പോകുന്നില്ല. ഈ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ATM പോകുന്ന ആളുകളുടെ എണ്ണം കുറവ്. കാരണം അവിടെ പോയാൽ ഈ സമ്പർക്കമൊക്കെ ഉണ്ടാവും. വേറെ സമ്പർക്കമല്ല, ഈ കീബോർഡ് വഴി കൊറോണയുടെ സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും കൊറോണയുടെ ഭീതിയുള്ള, അപ്പോൾ ATM പോകാതിരിക്കുക എന്നുള്ള ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ATM പോകാതെ ധന്യോട് കടം മേടിച്ചിട്ട് എനിക്ക് GPayയിൽ ഇട്ട് തന്നെ. ഇതൊരു ശീലമാണ്. ഇപ്പോൾ ആരുടെയും പൈസയില്ല, ATM പോകുന്ന ആളുകളുടെ ശതമാനം 1000-1 പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. എന്നിട്ടും അപ്പോൾ നമ്മൾ ഓർക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഡിജിറ്റൽ ട്രാൻസാക്ഷനാണെന്ന് കരുതുന്നത് തെറ്റി. കാരണം റിസർവ് ബാങ്ക് പറയുകയാണ്, ഈ ഏപ്രിൽ മാസത്തിൽ പൈസ ഉപയോഗിച്ചുള്ള ഇടപാട് എത്ര നടന്നറിയോ? 36.86 ലക്ഷം കോടിയുടെ മണി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 25.1 ലക്ഷം കോടിയാണെങ്കിൽ മണി ഉപയോഗിച്ചുള്ള, പണം ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ 36.86 ലക്ഷം കോടിയാണ്. അതായത് ഏതാണ്ട് 11-12 ലക്ഷം കോടി രൂപയുടെ അധികം ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് പണം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യം എന്താണ്? നോട്ട് വഴിയുള്ളത് കുറച്ചുകൊണ്ട് വരിക, ഡിജിറ്റൽ കൂടി നിൽക്കുക. അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യം പാളിയിരിക്കുന്നു എന്ന് RBI പറഞ്ഞു. അതുമാത്രമല്ല, RBI എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ പണം ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ 86% 500 രൂപ നോട്ട് ഉപയോഗിച്ചിട്ടാണ്. അതായത് 41% പണവും അല്ല, 41% ട്രാൻസാക്ഷനും 500 ഇതിൻ്റെ വാല്യൂ ബേസ്ഡ് ഈ 36.86 ലക്ഷം കോടിയിൽ 86% 500 നോട്ട് വഴിയാണ് വാല്യൂ ബേസ്ഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 500 രൂപ നോട്ട് ഉപയോഗിച്ചുള്ള വമ്പൻ ഇടപാടുകൾ ഇപ്പോഴും രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഹൈ വാല്യൂ കറൻസി ഉള്ളത്
ഈ പറഞ്ഞുള്ള അവിഹിതമായ നിയമവിരുദ്ധമായ ട്രാൻസാക്ഷനെ അമർച്ച ചെയ്യാൻ ഇപ്പോഴും RBIക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഏപ്രിൽ RBI തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ 500 രൂപ നോട്ടിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം. കാരണം ഇപ്പോഴും രാജ്യത്തെ സാമ്പത്തിക ഇടപാടിൻ്റെ 86% നടക്കുന്നത് 500 രൂപ നോട്ട് വഴിയാണ്. അതത്ര സുഖകരമായിട്ട് സർക്കാർ കണക്കാക്കത്തില്ല. അതൊന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇതേ മെയ് 30-ന് RBIയുടെ ഒരു സർക്കുലർ വന്നു. സർക്കുലർ എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും ഈ ATMിൽ പണം നിക്ഷേപിക്കുന്ന ഹിറ്റാച്ചി, ടാറ്റ തുടങ്ങിയ സ്വകാര്യ കമ്പനികളുണ്ട്. സ്വകാര്യ ATM ഉണ്ട്. ഹിറ്റാച്ചി ATM കാണാം, ബാങ്കിൻ്റെ അല്ലാതെ. പിന്നെ ടാറ്റ ATM ഉണ്ട്. പിന്നെ അങ്ങനെ പല പ്രൈവറ്റ് മണി ട്രീ എന്ന് പറഞ്ഞ് കാണാം. ഇവർക്കും എല്ലാം RBI ഒരു സർക്കുലർ അയച്ചു മെയ് 30-ന്. അതായത് ഇനി മുതൽ ATMകളിൽ ഏറ്റവും കൂടുതൽ ലോഡ് ചെയ്യേണ്ടത് 100 രൂപയുടെയും 200 രൂപയുടെയും നോട്ടുകളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴും 500 രൂപ നോട്ട് അവിടെ ടാർഗറ്റഡാണ്. അപ്പം നമ്മുടെ കയ്യിൽ എങ്ങനെ 500 രൂപ നോട്ട് വരുന്നത്? നമ്മൾ ഏത് ATM ചെന്നാലും കിട്ടുന്നത് ഏതാണ്? 500 അത് മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ കാസറ്റ് എന്നാണ് പറയുന്നത്, നോട്ടുകളൊക്കെ. ആ വെക്കേണ്ട കാസറ്റുകൾ ഇനി 200-ൻ്റെയും 100-ൻ്റെയും ആയിരിക്കണം എന്ന് പറഞ്ഞ് RBI മെയ് 30-ന് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മെയ് 30-ന് RBI കണക്ക് പറയുന്നു ഇപ്പോഴും ഡിജിറ്റൽ ട്രാൻസാക്ഷനേക്കാൾ കൂടുതൽ മോണിറ്ററി മണി ട്രാൻസാക്ഷനാണ്. അതിൽ 500 രൂപയാണ് ഏറ്റവും കൂടുതൽ ഇടപാട് നടക്കുന്നത്. ഇത് രണ്ടും മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരാണ് ഇപ്പോഴും പണമിടപാട് കൂടുതൽ നടക്കുന്നത്. രണ്ടാമത് അതിനെ ചുവട് പിടിച്ചിട്ട് എന്തു പറയുന്നു? ഇനി ATMകളിൽ 100-ൻ്റെയും 200-ൻ്റെയും നോട്ടുകൾ കൂടുതലായി ലഭ്യമാക്കണം എന്ന് പറഞ്ഞാൽ ഏതിനി വേണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? 500 രൂപ ഇനി വേണ്ട. 500 രൂപ ഇനി വേണ്ട എന്നാണ്. ഇതാണ് നമ്മൾ ലോജിക്കലി ചെയ്ത് തീർന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. മെയ് 29-ന് ആന്ധ്ര മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ TDPയുടെ നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു 500 രൂപ നോട്ട് നിരോധിക്കണമെന്ന്. അപ്പോൾ മെയ് 29-ാം തീയതി ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, 30-ാം തീയതി RBIയുടെ കണക്ക് പറയൽ, 30-ാം തീയതി തന്നെ RBIയുടെ നിർദ്ദേശം ഇനി ATMകളിൽ 100-ൻ്റെയും 200-ൻ്റെയും നോട്ട് നിരോധിക്കണം. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ എന്താ മനസ്സിലാവുന്നത്? 500-ൻ്റെ നോട്ട് കഴിയാൻ പോവുകയാണ്. ആണല്ലോ, ലോജിക്കല്ലേ? നമ്മൾ അതിനെ വെച്ചിട്ടാണ്, അല്ല നമ്മൾ ജോൾസിനെ വെച്ച് കബഡി നിരത്തി പറഞ്ഞതല്ല. ഈ 3 കാര്യങ്ങൾ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ആന്ധ്ര മുഖ്യമന്ത്രി NDAയുടെ പ്രധാനപ്പെട്ട NDA സർക്കാരിനെ, മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകകക്ഷിയാണെന്നിരിക്കെ എന്തെങ്കിലും വിവരമില്ലാതെ, എന്തെങ്കിലും ആലോചനയില്ലാതെ വെറുതെ ഇനി 500 രൂപ അങ്ങ് നിരോധിക്കാൻ ചന്ദ്രബാബു നായിഡു പറയുമോ? ഇല്ല. ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ 500-ൻ്റെ നോട്ട് പിൻവലിക്കാൻ ഉള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അത് 100-200 ആക്കി മാറ്റിക്കും.